Welcome to my channel. Today we are going to deal with disorders of external ear. In last class we were discussed regarding otitis externa, which is one of the disorder of external ear, and today we are going to deal with another disorder of external ear, that is furuncle of the external ear. Furuncle of the external ear canal is the inflammation of the skin and subcutaneous tissue of the external ear canal. Furuncle or boil is an acute inflammation arising deep in one or more hair follicles and may be spread into the surrounding dermis. It is nothing but an inflammation of the hair follicles. രോമക്കുരു എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഈ ഫുറങ്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ ടേം ഫുറങ്കുലോസിസ് ഈസ് യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ഓർ റിക്കറൻറ്റ് ലീഷൻസ്. ഫുറങ്കുലോസിസ് എന്ന് പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആൻഡ് റിക്കറൻറ്റ് ലീഷൻസ് ഫുറങ്കിൾസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫുറങ്കുലോസിസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. ആൻഡ് ദ ഫുറിങ്കിൾ സ്റ്റാർട്ട് ആസ് എ സ്മോൾ റെഡ് raised painful lesions which involve skin and subcutaneous tissue carrying tenderness and cellulitis. Pus-filled boil ruptures and discharges pus sometimes. And we can see what all are the characteristics of furuncles. First one is, it is an acute localized bacterial otitis externa. It's nothing but an acute localized bacterial otitis externa, usually staphylococcus infections of the hair follicles ആണ് നമ്മുടെ ഈ ഒരു ഫുറങ്കിൾ എന്ന് പറയുന്നത്. The next one is, it is also known as circumscribed otitis externa. Furuncles are otherwise known as circumscribed otitis externa, and furunculosis is the term used for multiple or recurrent lesions. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. Then furuncle, which means an absence or boil, it is a vault of collection of pus. ഒരു രോമക്കുരു പോലത്തെ ഒരു പസ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു പിമ്പിൾ ലൈക്ക് മാസിനെയാണ് നമ്മൾ ഫുറങ്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് എക്സ്ട്രീംലി ടെൻഡർ പിമ്പിൾ ഇൻ ഇയർ കനാൽ. It's look like a tender pimple in ear canal, so that it is painful lesion which involves skin and subcutaneous tissue and carrying tenderness. Sometimes it may have cellulitis and pus-filled boils rupture and discharge pus. Then we can see the causes of furuncle. Main causes are സെയിം ആസ് ദാറ്റ് ഓഫ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ. ആൻഡ് അതിൽ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടൈറ്റിസ് എക്സ്റ്റേണിൻ്റെ കോസസ് എന്തൊക്കെയായിരുന്നു. എക്സസീവ് മോയ്സ്ചർ ഇൻ ദ ഇയർ കനാൽ, സംതിങ് ലൈക്ക് ദാറ്റ്. സ്വിമ്മിങ് ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ, ക്ലീനിങ് വിത്ത് ഒബ്ജക്ട്സ്, യൂസ് ഓഫ് എക്സ്പോഷർ ഓർ എനി ഇറിറ്റേഷൻസ് ലൈക്ക് ഹെയർ പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഇയർഫോൺസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി വരാമെന്ന് നമ്മൾ ഓട്ടൈറ്റിസ് എക്സ്റ്റേണിൻ്റെ കോസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം കോസസ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഫുറങ്കിളിനും ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ട്രോമ ടു ദ ഇയർ കനാൽ, ദാറ്റ് ഈസ് ബൈ യൂസിങ് കോട്ടൺ ബഡ്സ്, സേഫ്റ്റി പിൻ, മാച്ച് സ്റ്റിക്ക് എക്സെട്ര. ദെൻ സെക്കൻഡ് കോസ് ഇസ് സ്വിമ്മിങ് ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സ്വിമ്മിങ് ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ വിൽ ലീഡ് ടു എക്സസീവ് മോയ്സ്ചർ ഇൻ ദ ഇയർ കനാൽ, ദെർബൈ ദ ബാക്ടീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് ഇവിടെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ ഈസ് ദ മെയിൻ കോസ്. സ്റ്റഫൈലോകോക്കസ് ഇൻഫെക്ഷൻ ഓഫ് ദ ഹെയർ ഫോളിക്കിൾസ് ഓഫ് ദ സ്കിൻ ലൈനിങ് ഇൻ external auditory canal is one of the cause. And another causes client with diabetes mellitus, hematological malignancies, and in those receiving immunosuppressive therapy are also prone to get this furuncles. അത്തരക്കാർക്കും ഈ ഒരു ഫുറങ്കിൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ കോസസ് എന്ന് പറഞ്ഞാൽ ട്രോമ ടു ദ ഇയർ കനാൽ, സ്വിമ്മിങ് ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ദെൻ ക്ലൈൻറ്റ് വിത്ത് DM and hematological malignancies. In those receiving immunosuppressive തെറാപ്പി അങ്ങനെയുള്ളവർക്കും ഈ ഫുറങ്കിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
കണ്ടാമിനേറ്റഡ് വാട്ടറിലൊക്കെ സ്വിം ചെയ്യുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. ഡിസോർഡേഴ്സ് ഓഫ് എക്സ്റ്റേണൽ ഇയറിൻ്റെ, അതായത് ഓട്ടൈറ്റിസ് എക്സ്റ്റേണിൻ്റെയും അതുപോലെ തന്നെ ഫ്രങ്കുലോസിസിനൊക്കെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ട്രോമ, സ്വിമ്മിങ് ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ, സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ എക്സെട്ര. ഇതാണ് ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ഫുറങ്കിൾസ് ഇൻ ദ ഇയർ. ഇയറിൽ ഫുറങ്കിൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് റിസംബിൾസ് ലൈക്ക് എ പിമ്പിൾ, ടെൻഡർ പിമ്പിൾ പോലെ ഇല്ലേ കാണാൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. Clinical manifestations include earache, same as that of the otitis externa. Otitis externa പോലെ തന്നെയാണ്. Pain in the ear will be intense in nature. That is the early symptom and localized pain in the ear. The next one is oral fullness and decreased hearing. That is due to swelling inside the ഇയർ കനാൽ. ഒരു ബ്ലോക്കേജ് പോലെ ഉണ്ടാവുന്നത് കൊണ്ട് നേരത്തെ പിക്ചറിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു ബോയിൽ അല്ലെ ആ ഒരു പസ് ഫിൽഡ് സ്വെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്കേജ്, ഇയർ കനാലിന് ഒരു ബ്ലോക്കേജ് പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ദർ വിൽ ബി ഡിക്രീസ്ഡ് ഹിയറിംഗ് ആൻഡ് ഓറൽ ഫുൾനെസ്. ദ നെക്സ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇസ് ഓട്ടോറിയ. ഓട്ടോറിയ എന്ന് പറഞ്ഞാൽ ചെവിയിൽ നിന്ന് ഒലിച്ചിറങ്ങുക. വൺസ് ദ ഫുറങ്കിൾ ഡിസ്ചാർജ്, ഇറ്റ് ഈസ് ഓൺലി വൺസ് ദ ഫുറങ്കിൾസ് ഡിസ്ചാർജ്. ഫുറങ്കിൾസ് പൊട്ടിയിട്ടുണ്ട്, അത് റപ്ചറായി ഇത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഓട്ടോറിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതർ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഇൻക്ലൂഡ് ഇൻഫെക്ഷൻ ആണ്. സോ ദാറ്റ് there will be chance of getting fever ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇയർ ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇച്ചിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഓറൽ ടെൻഡർനെസ്, സെല്ലുലൈറ്റിസ് ആൻഡ് പാർഷ്യൽ ഹിയറിംഗ് ലോസ്, അതായത് ഡിക്രീസ്ഡ് ഹിയറിംഗ് ലോസ്, ദാറ്റ് ഈസ് ഡ്യൂ ടു സ്വെല്ലിംഗ് ഇൻസൈഡ് ദ ഇയർ കനാൽ. ദീസ് ഓൾ ആർ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. എന്തൊക്കെയാണ്? ഇയറേക്ക്, ഓറൽ ഫുൾനെസ് ആൻഡ് ഡിക്രീസ്ഡ് ഹിയറിംഗ്, ഓട്ടോറിയ, ഇച്ചിങ്, ഇയർ ഡിസ്ചാർജ്, ഓറൽ ടെൻഡർനെസ്, ഫീവർ, etc. Next one is diagnosis. Diagnosis നമ്മൾ നേരത്തെ ഓട്ടൈറ്റിസ് എക്സ്റ്റേണിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, ക്ലിനിക്കൽ ഇവാലുവേഷൻ ഈസ് ഇനഫ് ആൻഡ് മോർ. ക്ലിനിക്കൽ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. പക്ഷേ അതർ മാനിഫെസ്റ്റേഷൻസ് നീഡഡ് ഇൻ വെരി റെയർ കേസിൽ മാത്രമേ നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള CND അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. സോ ദാറ്റ് ഇൻ ഫിസിക്കൽ എക്സാമിനേഷൻ ഇൻഫ്ലെയിംഡ് സ്വെല്ലിംഗ്, ടെൻഡർനെസ്, പുരുലൻറ്റ് ഇയർ ഡിസ്ചാർജ്, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ റിവീൽസ് പെയിൻ ഓൺ ടച്ചിങ് പിന്ന ആൻഡ് ഇയർ കനാൽ എക്സാമിനേഷൻ വിൽ ബി ദ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ മെത്തേഡ് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ. പിന്നെ ഉള്ളത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. ഇറ്റ് ഷോസ് കോസറ്റീവ് ഓർഗാനിസം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അനദർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് ഫുറങ്കുലോസിസ് ഇയർ. ചില സമയത്ത് ഫുറങ്കുലോസിസ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി അല്ലാത്ത റെയർ കേസിലാണ്. ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ഫോറിൻ ബോഡീസ് ഇരിക്കുകയാണോ, ഫോറിൻ ബോഡീസ് ഇൻ ദ ഇയർ കനാലാണോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഈ ഫുറങ്കിൾസും ഓട്ടൈറ്റിസ് എക്സ്റ്റേണയുമായിട്ട് ചിലപ്പം മാറിപ്പോവാറുണ്ട്. ഓട്ടൈറ്റിസ് എക്സ്റ്റേണ അക്കമ്പനിയിങ് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ, ദെൻ ട്യൂമേഴ്സ് ഓഫ് ഇയർ. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് ഫുറങ്കുലോസിസ് ഇയർ. ഫോറിൻ ബോഡീസ്, ഓട്ടൈറ്റിസ് എക്സ്റ്റേണ ആൻഡ് ട്യൂമേഴ്സ് ഓഫ് ear. This is the differential diagnosis of furunculosis ear. Clear? Then next we can move on. Complications. യൂഷ്വലി കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവാറില്ല. പക്ഷേ ചില സമയത്ത് ഫുറങ്കുലോസിസ് റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് തെറാപ്പീസൊക്കെ എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ മേ ബി ദേ വിൽ ഗെറ്റ് chance to get complications like cellulitis. Cellulitis means abscess may involve surrounding soft tissues of infra-auricular and pre-auricular region. ഓൾറെഡി നമ്മൾ ഇരിക്കുന്ന ഈ ടെൻഡർ പിമ്പിൾ പോലെയുള്ള ഈ ഒരു ബോയിൽ പസ് ഫിൽഡ് ആയിട്ടുള്ള ഈ ഒരു ആപ്സസ് ചിലപ്പോൾ പൊട്ടിയിട്ട് അഡ്ജസൻറ്റ് സൈഡിലേക്ക്, അതായത് സോഫ്റ്റ് ടിഷ്യൂസ് ഓഫ് ഇൻഫ്രാ ഓറിക്കുലാർ ആൻഡ് പ്രീ ഓറിക്കുലാർ റീജിയനിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയും അതുവഴി എക്സ്റ്റേണൽ ഇയർ ഇൻഫ്ലെയിംഡ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. ദാറ്റ് ഈസ് സെല്ലുലൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ ഇസ് സെല്ലുലൈറ്റിസ്.
Then pericontritis. It is the infection of the പെരിഓറിക്കുലർ റീജിയനെയാണ് നമ്മൾ പെരികോൺട്രൈറ്റിസ് എന്ന് പറയുന്നത്. പെരികോൺട്രൈറ്റിസ് അതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇയർ പിന്നെയൊക്കെ ഇൻഫ്ലെയിംഡായി പസ് ഫിൽഡ് ആയി വെരി പെയിൻഫുൾ കണ്ടീഷനാണ്. ദെൻ സിവിയർ ഇൻഫെക്ഷൻ ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മുറിവ് നമുക്കറിയാം അത്തരക്കാർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കും. സോ ദാറ്റ് ദർ വിൽ ബി ചാൻസ് ടു ഗെറ്റ് സിവിയർ ഇൻഫെക്ഷൻ ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. സോ ദീസ് ഓൾ ആർ ദ കോംപ്ലിക്കേഷൻസ്: സെല്ലുലൈറ്റിസ്, പെരികോൺട്രൈറ്റിസ് ആൻഡ് സിവിയർ ഇൻഫെക്ഷൻ ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. ദിസ് ഇസ് പെരികോൺട്രൈറ്റിസ്. ഇതാണ് പെരികോൺട്രൈറ്റിസ് എന്ന് പറയുന്നത്. Next one is we can move on treatment. Let's see what all are the treatment modalities of this furuncles of external ear canal. Treatment include first debridement of ear canal, which helps in clearance of infectious organism and cleans debris. Topical antibiotics and steroid ear drops are using mainstay of treatment of otitis externa. Otitis externa ക്ക് നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം as that of otitis externa. ഹിയർ ഇവിടെയുള്ള ഫുറങ്കിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും സെയിം ആസ് ദാറ്റ് ഓഫ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ തന്നെയാണ്. ഡിബ്രൈഡ്മെൻറ്റ്, ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് സ്റ്റിറോയിഡ് ഇയർ ഡ്രോപ്സ്, ദെൻ ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് when needed. Then analgesics. ഇക്താമോൾ ഗ്ലിസറിൻ ആണ് യൂഷ്വലി വിക്പാക്ക് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് സ്വെല്ലിങ്. പാക്കിംഗ് ഓഫ് ഇയറും ചെയ്യാറുണ്ട്. ദെൻ ഫോർ നഴ്സിംഗ് കൺസിഡറേഷൻ interventions are educate the patient to avoid exposure to irritations like earrings, hair color, etc. Educate the patient to avoid exposure to irritations like hair color, hair shampoo, irritant hair shampoo, etc. And also advise them to avoid cleaning the external ear canal with any objects like matchstick, buds. Okay. The next one is proper earplugs should be used while hair wash or swimming. സ്വിമ്മിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ സമയത്ത് പ്രോപ്പറായിട്ട് ഹെയർ പ്ലഗ്സ്, ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറയാം. ദീസ് ഓൾ ആർ ദ നഴ്സിംഗ് കൺസിഡറേഷൻസ്. And this all about furuncles. Furuncles of the external ear is the infection of the skin and subcutaneous tissue of the external canal. Thank you so much.